പൊതുജനം കഴുതയല്ലെന്ന് തെളിയിക്കുന്ന ചില സംഭവങ്ങൾ അപ്രതീക്ഷിതമായി ഉണ്ടാകാറുണ്ട്. കൊല്ലം ജില്ലയിലെ ഏരൂർ പഞ്ചായത്തിലെ ഇളവറാംകുഴി വാർഡിൽ അത്തരത്തിലൊരു സംഭവമുണ്ടായി. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ നേതാക്കൾ ഒരു നാടിൻ്റെ പ്രതിഷേധ ചൂട് ശരിക്കുമറിഞ്ഞു. കാണാം ആ റിപ്പോർട്ട്. ഏരൂർ പഞ്ചായത്തിലെ ഇളവറാംകുഴി വാർഡിലാണ് കെട്ടുപ്ലാച്ചി കിണറ്റുമുക്ക് റോഡ്. നന്നായി കിടന്നിരുന്ന റോഡ് 4 വർഷം മുൻപ് നിർമ്മാണത്തിനായി വെട്ടിപ്പൊളിച്ചു. കരാറുകാരനുമായുള്ള പ്രശ്നത്തിൽ പണി മുടങ്ങി. പിന്നെ കഴിഞ്ഞ 4 കൊല്ലമായി ഇളവറാംകുഴി സ്വദേശികൾക്ക് ദുരിതയാത്രയാണ്. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മിക്കേണ്ടിയിരുന്നത്. റോഡിന്റെ ഉത്തരവാദിത്തം പഞ്ചായത്തും MLAയും MP യും ഒന്നും ഏറ്റെടുക്കാതെ വന്നതോടെ ഈ നാട്ടുകാർ വോട്ട് ബഹിഷ്കരിച്ച് ഒരു ഫ്ലക്സ് വെച്ചു. 3 ദിവസങ്ങൾക്ക് മുൻപ് പെരുമഴ പെയ്യുന്നതും കണക്കാക്കാതെ റോഡിന് മുകളിൽ പച്ചമണ്ണ് നിരത്തി. അതിനു മുൻപ് വരെ നടന്നെങ്കിലും പോകാമായിരുന്ന റോഡിൽ ഇന്നിപ്പോൾ അതിനും സാധ്യമല്ല. സ്ഥലത്തെത്തിയ എല്ലാ പാർട്ടിയുടെയും നേതാക്കൾ നാട്ടുകാരുടെ പ്രതിഷേധ ചൂടറിഞ്ഞു. റോഡിൽ വീണ് തൊഴിലുറപ്പ് തൊഴിലാളിക്ക് പരുക്കേറ്റു. സ്കൂൾ ബസ് ചെളിയിൽ പുതഞ്ഞ് പ്രദേശത്തെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല. പ്രദേശത്തേക്ക് ആംബുലൻസ് പോലും എത്താൻ കഴിയാത്ത സ്ഥിതിയായി. തൊഴിലുറപ്പിന് വരാൻ വന്നതാണ്. റോഡിൽ മറിഞ്ഞു മുട്ടിടിച്ച് ഇപ്പൊ മുട്ടുകൊണ്ട് നടക്കാൻ വയ്യാതെയായി. സഞ്ചാരയോഗ്യമായ ഒരു റോഡായിരുന്നു. ആ റോഡ് ഇടിച്ച് പൊളിച്ച് 4 വർഷം കൊണ്ട് ഇതിങ്ങനെ കിടക്കും. കേന്ദ്ര സർക്കാരിൻ്റെതാന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു വിധത്തിൽ ഇതിലെ കൂടെ നടക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് വയ്യാതെ വന്ന ഒന്ന് ആശുപത്രി പോകാനോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലും ഇതിലെ കൂടെ നടക്കാൻ പറ്റത്തില്ല. എന്റെ മോള് സ്ഥിരമായിട്ട് ഇതുവഴിയാണ് ബസ്സിന് പൊക്കോണ്ടിരിക്കുന്നത്. മെനഞ്ഞാന്ന് ഇവിടെ കൊണ്ടുവന്ന് ഈ ചെടി തെറിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബസ് വന്നതും ബസ് അവിടെ പൊതിഞ്ഞിട്ട് മുന്നോട്ടും പോകുന്നില്ല, ബാക്കോട്ടും പോകുന്നില്ല. പിന്നെ ഇളവറാംകുഴിന്ന് പിക്കപ്പ് വിളിച്ച് വണ്ടി വലിച്ചു കയറ്റിയാണ് പോയത്. ഞങ്ങളുടെ ബസ്സാണെങ്കിൽ അവിടെ വളവി വെച്ച് മറിഞ്ഞ്, അതുകൊണ്ട് ഞങ്ങൾ സ്കൂളിൽ പോയില്ല. ഞാനും എൻ്റെ അനിയത്തി. റോഡ് മൊത്തം മണ്ണ് കിടക്കുക. എല്ലാവരും വെള്ളം കൊണ്ട് അതിനകത്ത് ഒഴിച്ച് മഴയായി മണ്ണങ്ങനെ കിടക്കുക. അത് 4 വർഷമൊക്കെ ആയി. LKG പഠിക്കുമ്പോഴേ ഇതിങ്ങനെ കിടക്കുക. കരാറുകാരനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും ഉടൻ പണി പൂർത്തീകരിക്കുമെന്നുമാണ് അധികൃതരുടെ വാദം. പ്രശ്നമെല്ലാം പറഞ്ഞു MLA അടക്കം ശക്തമായി ഇടപെട്ട് അദ്ദേഹത്തിന് കിട്ടാനുള്ള പൈസ എല്ലാം ഈ വർക്കുമായി ബന്ധപ്പെട്ട് നാളുവരെ ചെയ്തതിൻ്റെ പൈസ അദ്ദേഹത്തിന് ഇപ്പം കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ വീണ്ടും മെറ്റീരിയൽസ് എല്ലാം ഇറക്കിയിട്ട് പണി തുടങ്ങുമായിരുന്നു. അപ്പോൾ അടിയന്തരമായി ചെയ്തു തീർത്തെങ്കിലേ മതിയാവൂ എന്നുള്ള നിലയിലുള്ള വലിയ സമ്മർദ്ദം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായി. അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള ശക്തമായ നടപടി നമ്മൾ സ്വീകരിക്കുന്ന നിലയിലേക്ക് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ വർക്ക് വീണ്ടും പുനരാരംഭിച്ചത്. തെരഞ്ഞെടുപ്പ് ദിവസത്തിന് തൊട്ടുമുൻപ് റോഡ് നന്നായില്ലെങ്കിൽ വോട്ട് ബഹിഷ്കരിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. നടന്നു പോകാനെങ്കിലും കഴിയുന്ന നല്ല റോഡ് വേണം. ഇല്ലെങ്കിൽ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ കൂടി ഇന്നാട്ടുകാർ എങ്ങനെ വോട്ടിന് പോകാനാണ്? സലിം മാലിക്, 24, കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. ഇളവറാംകുഴിക്കാരുടെ ഈ ദുരിതത്തിന് ഉടനൊരു പരിഹാരം കണ്ടെത്തട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഈ തെരഞ്ഞെടുപ്പ് കാലം നാട്ടുകാർ അതിനുകൂടി ഉപയോഗിക്കുക. വനജ PR പോലെയുള്ള ചില പ്രേക്ഷകർ ഇതിന് ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കലാണ് പോംവഴി എന്ന കാര്യം പറയുന്നുണ്ട്. അതിന് മറുപടി അയാം ജിനു തന്നെ പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കലല്ല പോംവഴി എന്ന കാര്യം. അതല്ല പോംവഴി എന്നതാണ് ശരി. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഓരോ പൗരനുമുള്ള അവകാശമാണ് വോട്ടവകാശം. ശരിയായ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുക, അവരെ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കാൻ സാധിക്കുക. ഇതാണ് ഈ ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പ്രേക്ഷകർ ഓർക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.